ഹലോ. ഇന്നത്തെ വിഷയം കുറച്ച് ദിവസമായി ഇൻ്റർനെറ്റിൽ കിടന്ന് കറങ്ങുന്ന വിഷയമാണ്. നമ്മുടെ പല പല ചാനലിലും പല പല യൂട്യൂബ് ആളുകളും എടുത്തിട്ട് അലക്കുന്ന ഒരു വിഷയമാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളത് എടുക്കേണ്ട കാര്യമില്ല നമുക്ക്, ബട്ട് സ്റ്റിൽ ഇന്നലെ പറഞ്ഞ ടോപ്പിക്കിലെ നമ്മുടെ റീമ കല്ലിങ്കലിനെ പറ്റിയും നവ്യ നായരെ പറ്റിയിട്ടൊക്കെ അതിനകത്ത് ഒരാൾ സിന്ധു എന്ന് പറയുന്ന ഒരു എൻ്റെ കൂട്ടുകാരികൾ സിന്ധു ജയകുമാറും സിന്ധു ഉണ്ട്, മറ്റേ എപ്പോഴും എനിക്ക് നല്ല നല്ല നോട്ട്സ് അയക്കുന്ന സിന്ധു കെ പി എന്നല്ല, അവരൊന്നും അല്ല കേട്ടോ, വേറെ ഒരേ ഒരു കമൻറ്റ് മാത്രം ആദ്യമായിട്ട് വന്നിട്ട് അത് ശരിയായിട്ടുള്ള ഐഡിയ ആണോ എന്ന് പോലും അറിയില്ല. അതിൽ സിന്ധു എന്നാണ് കിടക്കുന്നത്. അതിൽ നിങ്ങൾ കമൻറ്റിൽ പോയി നോക്കിയാൽ അറിയാം എന്തിനാ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുന്നതെന്നുള്ള മട്ടിൽ മൈൻഡ് യുവർ ബിസിനസ് എന്ന്. ഒരു പക്ഷേ മൈൻഡ് യുവർ ബിസിനസ് എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നോട്. പക്ഷേ ഞാൻ എന്താണ് വേറെ വല്ലവരുടെയും കാര്യം ഞാൻ അന്വേഷിച്ചോ? ഇല്ലല്ലോ. എനിക്ക് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ്, നമ്മൾ എല്ലാം യൂട്യൂബിൽ പലതും കാണുന്ന ആളുകളല്ലേ, അപ്പോൾ ഡിസ്കസ് ചെയ്യില്ലേ? അതിലെങ്ങനെയാണ് മൈൻഡ് യുവർ ബിസിനസ് എന്നൊക്കെ പറയണത്? ഭയങ്കര റൂഡാണ്. അതെന്താണ് ആ കുട്ടി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നോടുള്ള സ്നേഹം കൊണ്ടാണാവോ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെ മൈൻഡ് യുവർ ബിസിനസ് എന്നാണോ പറയുക? ആരെങ്കിലും പറയുമോ അങ്ങനെ? ഞാനാണെങ്കിൽ എല്ലാവരുടെയും എടുത്തിട്ട് ഇങ്ങനെ പറയുന്ന ആളൊന്നും അല്ലല്ലോ. ഞാൻ അതിലൊരു ടോപ്പിക്ക് കണ്ടു. അത് നമ്മളെപ്പോഴും സംസാരിക്കുന്ന റിലവൻസ് ഉള്ളൊരു സബ്ജക്റ്റാണ് ഈ കല്യാണം വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. ആ സബ്ജക്റ്റിൻ്റെ കൂടെ ഉള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ശരി, അപ്പോൾ അങ്ങനെ ഉള്ള റൂഡായിട്ടുള്ള വേർഡ്സ് ദയവ് ചെയ്ത് എൻ്റെയൊക്കെ ചാനലിൽ ഇടില്ല കേട്ടോ. നിങ്ങളൊരു കമൻറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നത് എന്നെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ. എന്തിനാണ് അവിടെ വന്നിട്ട് ഇങ്ങനെ അങ്ങനെ പറയുന്നത് കേട്ടോ? അത് പറയുമ്പം ഒരു കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളത് എഴുതുമ്പോഴോ നിങ്ങൾക്ക് എന്തെങ്കിലും സംതൃപ്തി കിട്ടുന്നുണ്ടോ? ഇന്ന് ഞാനിട്ട 1 മിനിറ്റ് റീല് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടത് ഞാനിവിടെ ഷോർട്സ് ആയിട്ട് ഇടും. അത് കേട്ട് നോക്കിക്കോളൂ കേട്ടോ. അതിനകത്ത് ഞാനൊരു കാര്യം പറയുന്നുണ്ട്. എന്തിനാണ് നമ്മൾ എന്താ പറയുക, ഈ ലെറ്റ് ഇസ് ബി നൈസ് ടു ഓൾ, അതാണ് ഞാൻ പറയുന്നത്. കാരണം ഒരാളെ നമുക്ക് സന്തോഷിപ്പിക്കാനുള്ള വകകൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ ദുഃഖിപ്പിക്കാതിരിക്കാൻ നോക്കിക്കൂടെ എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ നവ്യയും റീമയും എല്ലാം ഇതിൽ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പറയുന്നത്. അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് നമുക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. വി കനോട്ട് ഗോ ബിഹൈൻഡ് ദി സ്ക്രീൻസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇന്ന് പറയാൻ വരുന്നതോ അങ്ങനെ ഒരു കാര്യമാണ്. ഇതെൻ്റെ വീക്ഷണമാണ്, എൻ്റെ വീക്ഷണത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീക്ഷണം നിങ്ങൾക്ക് പറയാമല്ലോ. അത് മൈൻഡ് യുവർ ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റൂഡായിട്ട് തോന്നിപ്പോയി കേട്ടോ. അതുകൊട്ടെ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് അശ്വിന് കോഴിക്കാല് കൊടുത്തില്ല. എൻ്റെ ദൈവമേ, ഈ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വേറെ നടക്കുന്നു അല്ലേ? ഒരു കോഴിക്കാലാണോ പ്രശ്നം? അവരുടെ വീട്ടിലത് പ്രശ്നമില്ല. നമ്മുടെ കൃഷ്ണകുമാറിൻ്റെയും സിന്ധു കൃഷ്ണയുടെയും മക്കളില്ലേ, അതിൽ ഓസി എന്ന് പറയുന്ന ആ കുട്ടിയുടെ അവരുടെ ഓസി ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിനകത്ത് അവരുടെ ഒരു ഡേയിൽ അവരൊരു ചിക്കൻ കറി ഉണ്ടാക്കി കഴിക്കുന്നതും അതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ, അതിനകത്ത് അതാണ് അവരുടെ ലൈഫ് സ്റ്റൈലാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് അപ് ടു ദം. അപ്പോൾ അതിനകത്ത് എന്തോ ഒരു കമൻറ്റ്, ആ അമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കുറച്ച് ഇൻക്ലൂസീവ് ആക്കാൻ വേണ്ടി, മരുമോനെ ഇൻക്ലൂസീവ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. വലിയ കാര്യമൊന്നും അല്ല അത്. നിനക്കിപ്പോൾ വേണ്ട, നീ ചുമ്മാതിരി, കൊച്ചിന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഇളയ മകളാണ് ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതും ആ കുട്ടിയെ പറ്റി ആ കുട്ടിക്ക് വെക്കും അത് എന്ന് പറയുന്നത്. കോഴിക്കാല് ഒരു കോഴിയെ മേടിച്ചിട്ടുള്ളൂവെങ്കിൽ കാല് 2 ഉണ്ടാവുള്ളൂ. ഇതെൻ്റെ ലൈഫിൽ നടന്നതാണ് കുട്ടികളെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് എൻ്റെ ഇടയിൽ വന്നിരുന്ന് പറഞ്ഞു വിളമ്പീന്നും പറഞ്ഞ് എന്നെ ഇത് പറയാനാണെങ്കിൽ പിന്നെ എനിക്ക് ടോപ്പിക് ഉണ്ടാവില്ല എല്ലാ ദിവസവും വന്നിരുന്ന് സംസാരിക്കാനായിട്ട്. ഞാൻ പറയട്ടെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ എങ്ങനെയാണെന്നറിയാമോ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മ അതായത് എനിക്കിപ്പോൾ എന്തെങ്കിലും പഠിക്കാൻ പോകണം, എനിക്കൊരു പബ്ലിക് റിലേഷൻസ് കോഴ്സ് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞ് എന്നെ അമ്മ അതിന് വിട്ടു. ആ സമയത്ത് ഗ്യാപ്പൊന്നും വരുത്താൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വെറുതെ കുത്തിയിരിക്കണ ഇഷ്ടമല്ല. അപ്പോൾ ആ സമയത്ത് ഹോം സയൻസ് കോഴ്സ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ. ഹോം സയൻസ് കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ വിമലാലയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. എറണാകുളത്ത് പോകണം. പെരുമ്പാവൂരിൽ നിന്ന് ഒറ്റ ബസ്സുണ്ട്, എറണാകുളത്ത് പോയി പഠിച്ചിട്ട് വരുമായിരുന്നു. ആ സമയത്ത് അവർ ഈ ചിക്കൻ പല 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 സ്റ്റൈലിൽ വെപ്പിക്കും കേട്ടോ. അപ്പോൾ അവിടെ
അവർ ഈ ഡ്രം സ്റ്റിക്സ് ഉണ്ടാക്കാനും അതൊക്കെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് അതൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് അഡ്വാൻസ്ഡ് കുക്കിംഗ് പഠിച്ചത്. സത്യം പറഞ്ഞാൽ വിമലാലയത്തിൽ പോയപ്പോഴാണ്. അവിടെ ഒരു നല്ല കുക്കിംഗ് നന്നായിട്ട് ചെയ്യുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. അവരായിരുന്നു എൻ്റെ കുക്കിങ്ങിലേക്കുള്ള ഒരു വഴികാട്ടി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, തെർല ദലാൽ എന്ന് പറഞ്ഞ ആ ലേഡിയുടെ ബുക്ക് വാങ്ങിച്ചിട്ടാണ് ഞാൻ മദ്രാസിൽ താമസിക്കാൻ പോയപ്പോൾ കൊണ്ടുപോയത്. കാരണം നമ്മൾ മറന്നു പോവില്ലേ, അന്ന് യൂട്യൂബൊന്നും ഇല്ലല്ലോ ഇതുപോലെ. എന്ത് സുഖമാണ് ഇന്നത്തെ ആൾക്കാർക്ക് യൂട്യൂബിൽ വിവിധ തരമായിട്ട് കുക്കിംഗ് റെസിപ്പീസ് കിടക്കുന്നുണ്ട്. അതിന് കോഴ്സിനൊന്നും പോകണ്ട. എനിക്ക് ഓർമ്മയുണ്ട് 3 മാസത്തെ കോഴ്സ് 3000 രൂപയായിരുന്നു. 1000 രൂപ പെർ മന്ത് കണ്ടായിരുന്നു അത് 95-ൽ. അതിനൊക്കെ പോയിട്ടുണ്ട്. ഇന്നൊക്കെ ഒരു പ്രിപ്പറേറ്ററി കോഴ്സിന് വിടണം എന്ന് പറയില്ലേ പിള്ളേരെ. അച്ഛനും എല്ലാ വീട്ടിലെല്ലാവരോടും എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഡൈനിങ് എറ്റിക്കറ്റ്, ഇതൊക്കെ ഈ ആർമി വൈഫ്സൊക്കെ ആയിട്ട് പോകുന്നവർക്ക് പഠിപ്പിക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട്. അതായത് പ്രിപ്പറേറ്ററി ഇൻസ്റ്റിറ്റ്യൂട്ട്, ആർമി വൈഫ് എന്നല്ല, അങ്ങനെയുള്ളവർക്ക് ഒരു നല്ല ഒരു രീതിയിലായിരിക്കണം അവരുടെ പെരുമാറ്റം, സുപ്പീരിയർ ഓഫീസേഴ്സിനോട് എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത് എന്നൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു മദ്രാസിലിട്ട്. ഇപ്പം ഇല്ല, അതിൻ്റെ പേര് മറന്നുപോയി ഞാൻ. ഒരു പ്രിപ്പറേറ്ററി, അത് ഇപ്പോൾ പറയാം, ആഹാ ഭാര്യയാവാൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെയാണോ ഇത്? അതിലെന്താ കുഴപ്പം? അതും ഒരു റോളല്ലേ. ഹസ്ബൻഡ് ആകാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം ഇനി അല്ലേ, ഹസ്ബൻഡ് ആകാൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് അത്യാവശ്യമാണ്. കാരണം ഈ ആൺപിള്ളേർക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ പെൺകുട്ടികൾക്ക് അറിയാം, കുറച്ച് അറിയാൻ ചെയ്യാം. ഇപ്പം അതിലും ഇതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ഇതുപോലെ ലാക്ക് ഉണ്ട്, അവർക്കും പെരുമാറാനൊക്കെ ഇച്ചിരി അറിവ് കുറവുണ്ടെന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ 2 കൂട്ടർക്കും ഒരു പ്രിപ്പറേറ്ററി സ്കൂൾ തുടങ്ങിയാൽ നല്ലതായിരിക്കും അല്ലേ. ഇറ്റ്സ് ആക്ച്വലി നല്ലൊരു ഐഡിയ ആണല്ലേ, ഒരു നല്ല ബിസിനസ് ഐഡിയ ആണ്. ആർക്കെങ്കിലും ഇതൊക്കെ തുടങ്ങാൻ തോന്നുന്നുണ്ടെങ്കിൽ തുടങ്ങിക്കോളൂ. ഞാനിവിടെ പെട്ട് കിടക്കുന്നവരുടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഇവിടെ ഐ ഹാവ് ടു ബി ഹിയർ വിത്ത് മൈ ഹസ്ബൻഡ്, അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുന്നത്. എന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൺലൈനിൽ വരുന്നെല്ലാം ചെയ്യുന്നുണ്ട് വർക്കെല്ലാം. അപ്പോൾ ഈ കോഴിക്കാലിൻ്റെ കഥ പറഞ്ഞപ്പോഴേ, അപ്പോൾ എനിക്ക് ഈ കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കോഴിക്കറി വെക്കാനും ഇൻട്രസ്റ്റാണ്, എല്ലാം ഇഷ്ടമാണ് കേട്ടോ. ബ്രാഹ്മിൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് കോഴിയുടെ കാര്യം പറയുമ്പോൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, അവർക്ക് ഇഷ്ടാവില്ല അത് കേൾക്കാനായിട്ട്. അപ്പോൾ അന്ന് ഈ 96-ൽ ഞാൻ കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചെന്നപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ പോലെ ഇങ്ങനെ ചിക്കൻ സ്റ്റാൾസ് ഒന്നും ഇല്ല. അന്നൊക്കെ ഇതുപോലത്തെ ഇങ്ങനത്തെ കിട്ടുന്നത് ഇറ്റ് വാസ് ഫ്രം എ കോൾഡ് സ്റ്റോറേജ്. അങ്ങനെ കോൾഡ് സ്റ്റോറേജിൽ പോയിട്ടാണ് വാങ്ങിക്കുക. അപ്പോൾ എല്ലാ പ്രാവശ്യവും അരവിന്ദ് പോയിട്ടാണ് വാങ്ങിക്കുന്നത് കേട്ടോ. പോയി വാങ്ങിച്ചുകൊണ്ട് വരും. പക്ഷെ വരുമ്പോഴേക്കും ഞാൻ ചെന്ന് ഉണ്ടാക്കാൻ ചെല്ലുമ്പോഴേക്കും അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അമ്മ അവരുടെ വീട്ടിൽ. കാരണം ഷീസ് എൻ എക്സ്പേർട്ട്, ടകടകടകടകടാന്നെല്ലാം ചെയ്യുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. നമ്മൾ ആടി തൂങ്ങി നമ്മുടെ റെസിപ്പി എടുത്തൊക്കെ ചെല്ലുമ്പോഴേക്കും കറി റെഡിയുണ്ടാവും. അപ്പോൾ ഒരു ദിവസം എല്ലാവരും കറിയൊക്കെ നല്ല ടേസ്റ്റാണ്. കറി ഇങ്ങനെ വെച്ചിട്ട് വിളമ്പാൻ നേരത്ത് അപ്പോൾ അരവിന്ദിന് വിളമ്പി കൊടുത്തിട്ട് പുള്ളിയുടെ മകളും ഉണ്ട്, അവർക്കും നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് ഈ ഡയലോഗ് പറഞ്ഞു, അയ്യോ കോഴിക്ക് 2 കാലേ ഉള്ളല്ലോ, അമ്മച്ചി എന്ത് ചെയ്യും, അങ്ങനെ ചോദിച്ചു കേട്ടോ. അങ്ങനെ ചോദിച്ചു. അപ്പോൾ അതായത് 3 പേരില്ലേ ഞങ്ങൾ, അപ്പോൾ എങ്ങനെ ഇടും എന്നാണ് ഈ ചോദിക്കുന്നത്. അപ്പോൾ അല്ലേ അരവിന്ദ് എന്ത് ചെയ്തെന്ന് അറിയാമോ? എന്നിട്ട് അരവിന്ദിൻ്റെ ഇതിലേക്ക് ഇട്ടു. ബിക്കോസ് ഭയങ്കര പ്രഷ്യസാണ് അവർക്ക്, മകൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, മൂത്ത മോനല്ലേ. ഇട്ടപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിടിക്കട്ടെ. അപ്പോൾ അരവിന്ദ് പറഞ്ഞു അത് അംബികയ്ക്ക് കൊടുത്തോ, അത് സിസ്റ്ററിന് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ചോറിൽ നിന്നും എനിക്കെടുത്ത് വെച്ച് തന്നു. ഭയങ്കര ഇതൊരു വലിയ കാര്യമാണോ എന്നിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ എന്നെ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ വന്ന് ചോദിക്കുമായിരിക്കും. ഇത് വലിയ കാര്യം അല്ല ശരിക്കും പറഞ്ഞാൽ പുറമേയുള്ള ആൾക്കാർക്ക് അല്ലേ, അവർക്കത് വലിയ കാര്യമേ അല്ല. അപ്പോൾ പക്ഷേ എനിക്കത് ഞാൻ ശ്രദ്ധിക്കില്ലായിരിക്കും. ഇത് എടുത്ത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് തന്നല്ലോ, ഇതൊരു ഡെലിക്കസി ആണെന്നുള്ളത് എനിക്ക് അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ അത് ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ കോഴിക്കാലെന്ന് പറയുന്ന സാധനത്തിന് ഒരു പ്രത്യേക പൊസിഷൻ ഉണ്ടല്ലേ, ഒരു ഗമയുണ്ടെന്ന് തോന്നുന്നല്ലേ. ഇന്ന് ഈ 2025 ഞാൻ പറഞ്ഞ എത്ര വർഷം മുമ്പ്, 10-30 വർഷം മുമ്പുള്ള കാര്യമാണ്. 29 വർഷമായി ആ ഒരു കോഴിക്കാലിൻ്റെ കഥ നടന്നിട്ട്. പക്ഷേ എൻ്റെ ഇവിടെ എവിടെയോ അത് നിൽക്കുന്നത് കണ്ടോ. ഇതിന് മുമ്പും എനിക്ക് ഓർമ്മ വന്നത് എപ്പോഴാണെന്നറിയാമോ? റീമ കല്ലിങ്കൽ തന്നെയാണ്. റീമ കല്ലിങ്കൽ ഒരു ടെഡ് ടോക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനെ നല്ലപോലെ സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് ടെഡ് ടോക്ക്. അതിൽ പോയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു റീമ. ഷി വാസ് ഗിവിങ് എ സ്പീച്ച് ഇൻ ഇംഗ്ലീഷ് ഓൺലി. ഷി വാസ് ടോക്കിംഗ് അബൌട്ട്
സെയിം ഇത് വീടുകളിലെ ഇങ്ങനെ ഈ ഡിസ്പാരിറ്റി, ഫുഡിൻ്റെ ഡിസ്പാരിറ്റി. പുള്ളിയുടെ വീട്ടിൽ പുള്ളിയുടെ മൂത്ത മകന്, അതായത് അവരുടെ അമ്മ കുറച്ച് ഫിഷ് ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ഫിഷ് ഫ്രൈ വന്നിട്ട് വീട്ടിലെ ഏറ്റവും മുതിർന്ന ആൾക്ക്, മേ ബി അത് അമ്മുമ്മയാണോ അപ്പൂപ്പനാണോ ആരാണോ, അവർക്ക് ഒരെണ്ണം, പിന്നെ വീട്ടിലെ ആണുങ്ങൾക്ക് 2 റീമയ്ക്ക് ഇല്ല, കാരണം തീർന്നു പോയിന്ന്, അതോ ഒരെണ്ണം കിട്ടിയോ എന്തോ അങ്ങനെ എന്താണ്. ദ പ്രിവിലേജ് ഓഫ് ദ ഫിഷ് ഫ്രൈ വാസ് ഗിവൺ ടു ദീസ് പ്രിവിലേജ്ഡ് ഫോക്സ്, അതാണ് പറയുന്നത്. അപ്പോൾ അവിടെ പെൺകുട്ടികൾക്ക് പ്രിവിലേജ് ഇല്ല എന്ന് പറഞ്ഞതാണ് കേട്ടോ. ആ സമയത്ത് ആ കുട്ടി പറയേണ്ടതിനകത്ത് ഒരു ന്യായം ഉണ്ടായിരുന്നു, കാരണം എല്ലായിടത്തും ഇങ്ങനെയാണ്. അപ്പോൾ അന്ന് വഴക്കടിച്ചു അത്രേ, അതെന്തായി ഞാൻ പെൺകുട്ടി ആയതുകൊണ്ട് എന്താ എനിക്ക് വേണ്ടേ, എനിക്ക് ആരോഗ്യം വേണ്ടേ, എനിക്ക് കഴിക്കണ്ടേ എന്നൊക്കെ ചോദിച്ച ആ ഒരു ടെഡ് ടോക്ക് വളരെ വിവാദമായതാണ് ആ സമയത്തും. കുട്ടി വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകും. ഇന്നലെ മാത്രമാണ് എനിക്ക് ആ പറഞ്ഞതിനോടൊരു ചെറിയ ഇത് അനുകൂലമായിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റാതിരുന്നത്. ആ കുട്ടി ആ ബന്ധത്തിൽ വിവാഹത്തിൽ നിന്നിട്ട് വിവാഹം അങ്ങനത്തെ കൊള്ളത്തില്ല എന്ന് പറയുന്നതുകൊണ്ടാണ്. ഇഫ് ഷീ ഈസ് നോട്ട് മാരീഡ് ഓർ ഇഫ് ഷീ ഈസ് കം ഔട്ട് ഓഫ് ദാറ്റ് വെഡ്ലോക്ക്, വേണ്ട എന്നാലും ഞങ്ങൾ ലിവിങ് ടുഗെദറിലാണ്, ഞങ്ങൾക്ക് ഇതൊരു വലിയ ഭാരമായിരുന്നു എന്ന് അത് കഴിഞ്ഞിട്ട് വന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ശരിയാണ്, അവരതനുസരിച്ചാണ് ജീവിക്കുന്നതെന്ന്. ഇത് ഞാൻ കല്യാണം കഴിച്ച് ഭാര്യയായിട്ട് ജീവിക്കും, പക്ഷെ നിങ്ങളൊന്നും കഴിക്കില്ലേ, ട്രാപ്പാണെന്ന്. അതാണ് എനിക്ക് ഇഷ്ടമാവാതിരുന്നത് കേട്ടോ. അപ്പോൾ അത് അവരുടെ അഭിപ്രായമല്ലേ എന്ന് ചോദിക്കും. പക്ഷെ അഭിപ്രായമാണെങ്കിൽ അങ്ങനെ ജീവിച്ച് കാണിക്കണം, തോന്നുന്നില്ലേ? എല്ലാം ജീവിച്ച് കാണിക്കാൻ പറ്റുമോ ചേച്ചി എന്നായിരിക്കും ചോദിക്കണേ. അത് ശരി, അപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ അതിൻ്റെ നെഗറ്റീവ്സ് എടുത്തോ എന്നാണ് അല്ലേ പറഞ്ഞു വരുന്നതിൻ്റെ അടുത്ത്. അപ്പോൾ ഈ കോഴിക്കാലെന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല കേട്ടോ, അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ആ വീട്ടിലെ പരിമോന് ഭയങ്കര എന്താ പറയുക, ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള കോഴിയുടെ കാല് കൊടുത്തില്ലെങ്കിൽ അതൊരു വലിയ ആഗോള കുഴപ്പമല്ലേ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. ഇത് ആഗോള കുഴപ്പം ആക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഡയലോഗാണ് നമുക്ക് വിഷമം തോന്നുക, അല്ലാതെ വന്നിട്ട് നമുക്കത് അതിനകത്ത് എന്താത്ര വ്യത്യാസമായിരിക്കണത് എനിക്കൊന്നും തോന്നുന്നില്ല. അത് ബാക്കി വേറെ ഇതിലും നല്ല നല്ല മുഴുത്ത കഷ്ണങ്ങളുണ്ടാവും കഴിക്കാനായിട്ട്. അപ്പോൾ സിന്ധു കൃഷ്ണ മരുമകനെ മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് പ്രശ്നം, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഒരു മരുമകളായിരുന്നു, എനിക്ക് ആദ്യം കോഴിക്കാല് കിട്ടിയില്ല. ഞാനതിപ്പോൾ എന്തിനാപ്പോൾ പറയണേന്ന് ചോദിക്കുന്നത് വെച്ചാൽ ആ ഡയലോഗ് അത് നമ്മളെ ഹേർട്ട് ചെയ്യും. അപ്പം നമ്മൾ മനസ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ആ പയ്യൻ ആ സമയത്ത് ഒന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല, അവൻ കഴിച്ച് എഴുന്നേറ്റ് പോയി കാണും. ഇത് അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വന്ന കമൻറ്റ് കണ്ടപ്പോഴായിരിക്കും അവൻ താടിക്ക് കൈ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അച്ചി വീട്ടിൽ പൊറുതിക്ക് പോയേക്കുന്നത്, നാണമില്ലേടാ പോടാ എഴുന്നേറ്റ് എന്നൊക്കെ. എന്തൊരു കഷ്ടമാണ് ദൈവമേ. ആ പയ്യൻ്റെ വീടും അവിടെ അടുത്ത് തന്നെയാണ്. അയാൾ കുഞ്ഞിനെ ഇപ്പം എല്ലാവരും അങ്ങനെയല്ലേ, ആദ്യത്തെ പ്രസവത്തിന് ശേഷം സ്വന്തം വീട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ പോവും അമ്മയുടെ അടുത്ത് നിന്ന്. അതുപോലെ ആ ഓസി നിൽക്കുന്നതാണ് അവിടെ. അപ്പം ഈ പയ്യൻ അവിടെ വന്നപ്പോൾ ഊണുണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും, അതായിരിക്കും. ദാറ്റ്സ് വാട്ട് എനിക്ക് മനസ്സിലായത്, അങ്ങനെയാണ് കേട്ടോ. അതിനെ ചൊല്ലിയിട്ട് ആളുകൾ ഒരു വലിയ കലഹം ഉണ്ടാക്കി. പണ്ടൊക്കെ ഈ സോഷ്യൽ മീഡിയ യൂട്യൂബൊക്കെ ഉണ്ടായിരുന്നെങ്കിലല്ലേ എൻ്റെ പൊന്നെ, അപ്പോൾ ഇതന്നെ ഉണ്ടാവുള്ളൂ, ഈ പ്രഹസനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ പറയാനാണെങ്കിൽ. എന്ന് കരുതി നമ്മൾ ജീവിക്കാതിരുന്നോ? പിന്നെ എത്ര കോഴിയുടെ കാലുകൾ നമ്മൾ കടിച്ചു കഴിച്ച്, എന്നിട്ടും ആ കോഴിക്കാലം കൊണ്ട് ഞാൻ നടക്കുകയാണ്. എൻ്റെ അമ്മ പറയണ പോലെ കളയാറായില്ലേ എന്ന് എനിക്കെന്ന് ചോദിക്കും. പക്ഷെ കഥകൾ വേണ്ടേ പറയാനായിട്ട്? നിങ്ങളുടെ മുമ്പിൽ എനിക്ക് കഥ വേണ്ടേ പറയാൻ, അല്ലേ? ഞാൻ അവിടെ നടന്ന ആ ഒരു ഇൻസിഡൻറ്റ് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ ഹസ്ബൻഡ് എന്നോട് കാണിച്ച ആ കരുതലില്ലേ, അതാണ് ഞാൻ ഇന്നും കൊണ്ടെടുക്കുന്നത്. നിങ്ങളത് അങ്ങനെ ആ നന്മയുടെ കാര്യം ഒന്ന് എടുക്കൂ കേട്ടോ. ഫുൾ ഇൻസിഡൻറ്റ് പറഞ്ഞാൽ മാത്രമല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആ ഫുൾ ഇൻസിഡൻറ്റിൽ നടന്ന കാര്യം നിങ്ങളൊന്ന് അവലോകനം ചെയ്ത് നോക്കും. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, കരുതലുള്ള ഒരു ഹസ്ബൻഡ് ഉണ്ടല്ലോ, അത് മതിയില്ലേ നമുക്ക് ജീവിക്കാനായിട്ട്? അങ്ങനെയല്ലേ ആളുകൾ മുമ്പോട്ട് പോകേണ്ടത്? ഇപ്പോൾ റീമ കല്ലിങ്കലിൻ്റെ ഹസ്ബൻഡ് ആഷിഖ് അബു ഭയങ്കര സ്നേഹമാണെന്നാണ് പറയണത് ആ കുട്ടിയുടെ അടുത്ത്. അപ്പോൾ പിന്നെ ആ കരുതലുള്ള ഹസ്ബൻഡ് പോരെ. അതേപോലെ ഓസി എന്ന് പറയുന്ന ആ കുട്ടിയുടെ ഫാമിലിയിൽ ഓസി അയാൾക്ക് വിളമ്പി കൊടുക്കുന്ന കണ്ടില്ലേ, സ്നേഹമുണ്ട് അവർക്കിടയിൽ, നല്ല സ്നേഹമുണ്ട്. അതൊക്കെ പോരെ ജീവിതത്തിൽ? കോഴിയും കാലും എന്താ അതൊന്നുമല്ല കാര്യം.
കാര്യം ഇമോഷനാണ്. ദാറ്റ് ഈസ് വാട്ട്, ഇമോഷനെ പറ്റിയാണ് ഞാനത് പറയാൻ വന്നത്. നാട്ടുകാർക്ക് എന്താണെന്നേ എന്തെങ്കിലുമൊക്കെ വേണ്ടേ പറയാൻ. ഇപ്പം നമ്മളും ഇതിരുന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടൊരു കണ്ടൻറ്റ് കിട്ടിയല്ലോ ഇത് കാരണം. ഇവരൊക്കെ വന്നിരുന്ന് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പറയുകയും കാണിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് കണ്ടൻറ്റ് ദാരിദ്ര്യമില്ലാതിരിക്കുള്ളൂ. നിങ്ങളാണെങ്കിൽ ഇന്നലെ എത്ര പേരാ വന്ന് പറഞ്ഞത്, ചേച്ചി വന്ന് സംസാരിക്കൂ, ചേച്ചി എന്തെങ്കിലുമൊക്കെ പറയൂ, ഞങ്ങൾക്ക് കേൾക്കണം, ഇഷ്ടമാണ് കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്ന് പറയുന്നത്. നമ്മൾ ചവറ് പോലെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. സോ ചവറ് പോലെ പറയാതെ ഞാൻ പറയട്ടെ, ഇങ്ങനെ കുഞ്ഞു 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 കാര്യങ്ങളുണ്ടാകും നമുക്ക് ജീവിതത്തിൽ. അതിൽ നമ്മൾ ആ ഓരോരോ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ നല്ലത് ഉൾക്കൊണ്ട് മുമ്പോട്ട് പോവുക. എപ്പോഴും അതാണ് വേണ്ടത്. ഒരാളെൻ്റെ അടുത്ത്, ഞാൻ ഇന്ന് ഇട്ടു എന്ന് പറഞ്ഞില്ലേ റീലിൽ, അതിനകത്ത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, എനിക്കറിയാവുന്ന നല്ലോണം അറിയാവുന്ന ഒരാൾ എൻ്റെ അടുത്ത് വളരെ കാലമായിട്ട് ഫ്രണ്ട്ഷിപ്പുള്ള ഒരാൾ ഈ അടുത്ത് എൻ്റെ ഈ യൂട്യൂബ് ചാനലും പിന്നെ ഈ ഇൻസ്റ്റഗ്രാമും എല്ലാം കാണുമ്പോൾ, ഇൻസ്റ്റഗ്രാമിനൊക്കെ ഒരുപാട് ഫോളോവേഴ്സൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഏകദേശം 68 ഉണ്ട് അതിനകത്ത്, 68,000 ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ അയ്യോ നിങ്ങളെത്ര മാറിപ്പോയിരിക്കണു, യു ഹവ് ബിക്കം സോ എന്താ പറയുക വൈബ്രൻറ്റ്. നിങ്ങൾ ഈ 7 വർഷം കഴിഞ്ഞതിന് മുമ്പൊക്കെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളൊരു ടൈപ്പായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് കേട്ടോ. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, എൻ്റെ മനസ്സിൽ ഞാൻ അന്നും നല്ലതാണ്, ഞാൻ ഓരോ ദിവസം എന്നെ ബെറ്ററാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, അങ്ങനെ ബെറ്ററായി ഞാൻ ഇന്ന് ബെറ്ററായി കാണും. ഓഫ് കോഴ്സ് ചേഞ്ച് ആയിട്ടുണ്ടാവും, അന്നത്തേക്കാളും നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ടാവും, നല്ല വാല്യൂസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. പക്ഷേ അത് എനിക്ക് എതിരിൽ നിന്നിട്ട് ഒരാൾ മുഖത്ത് നോക്കി പറയുമ്പോൾ അതിന് റൂഡ്നെസ് തോന്നും. അപ്പോൾ എന്നോട് ഇത്രയും 7 വർഷമായിട്ട് ഇവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, കളിക്കാനും ചിരിക്കാനും പാട്ട് പാടാനും എല്ലാം. അപ്പോൾ ഇന്ന് ഇത് വന്ന് എന്നോട് പറയുമ്പോൾ ഈ കഴിഞ്ഞ 7 വർഷത്തെ അവർക്ക് ഞാനുമായിട്ടുള്ള ആ റിലേഷൻ അല്ലെങ്കിൽ ആ ബന്ധം എന്ന് പറഞ്ഞത് അത് വെറുതെ ഒരു ബഹാന ആയിരുന്നോ, വെറുതെ ഒരു കാട്ടിക്കൂട്ടലായിരുന്നോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപക്ഷെ ഇതേ ഫ്രണ്ട് തന്നെ ചിലപ്പോൾ പറയും, 10 കൊല്ലം മുമ്പ് ഞങ്ങൾ സഹിക്കുന്നത് ഈ 10 വർഷമായിട്ട്, അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ എഗെയിൻ ദിസ് ഇസ് ബീൻ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് അല്ലേ, ഇപ്പോൾ ഈ പറയുന്നതും ചെയ്യുന്നതും എല്ലാം. സോ എൻ്റെ മനസ്സിൽ വന്ന എന്താണെന്നറിയാമോ, ഞാൻ ഇനി അങ്ങനെ ആരോടും പറയാൻ പാടില്ല. നല്ല മാറ്റമുണ്ട് കേട്ടോ നിങ്ങൾക്ക്, നിങ്ങൾ വളരെ മിടുക്കിയായി അന്നൊക്കെ കണ്ടതിൽ നിന്നും. ഡോണ്ട് ഡു ദാറ്റ്. അത് ശരിയല്ല. കാരണം അങ്ങനെ പറയുമ്പോൾ അതിനെ ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെൻ്റ് എന്ന് പറയും. നിങ്ങളിപ്പോൾ ഒരു കോംപ്ലിമെൻ്റ് കൊടുക്കുന്നതിൻ്റെ ആ ഒരു സുഖം പോലും അന്ന് നിങ്ങളിങ്ങനെ ചെയ്യുമായിരുന്നു, അയ്യോ ഞങ്ങളൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നല്ലതാണെന്ന് പറയുന്ന ആ കോംപ്ലിമെൻ്റ് അവർക്ക് യേശില്ല. ഇവർ ഇതേപോലെ അത് ചിന്തിക്കത്തേ ഉള്ളൂ. സോ വാട്ട് ഈസ് ബെസ്റ്റ് ഈസ്, നമ്മളെ ഒരാൾ നൈസ് എന്ന് പറയണമെങ്കിൽ ലെറ്റ് us ബി നൈസ് ടു അതേഴ്സ്. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് അല്ലേ. ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ലേ മിറക്കിൾസൊക്കെ സംഭവിച്ച് പക്ഷികൾ രക്ഷപ്പെട്ടു പോകുന്നത് പല ആപത്തുകളിൽ നിന്നും. അത് ഉടയതമ്പുരാൻ പടച്ചവൻ അവരെ കാത്തുരക്ഷിക്കുന്നത് കൊണ്ടല്ലേ അങ്ങനെ ഒരു ഇൻ്റർവെൻഷനിൽ അവർ രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയായിരുന്നു, ഇപ്പം നിങ്ങളിങ്ങനെ മാറി. അന്നത്തെ അവരുടെ സാഹചര്യം ചിലപ്പോൾ അങ്ങനെയായിരിക്കും. എൻ്റെ സാഹചര്യം 7 വർഷം മുമ്പ് നല്ലൊരു ജോബ് വിട്ടിട്ട് ഇവിടെ 2-3 മുറിയുടെ ഉള്ളിൽ വന്നിരിക്കുക ഈ ചൂടത്ത്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. പക്ഷേ ഇത്ര നന്നായി ഞാൻ അവിടെ നിന്ന് ജോബ് വിട്ട് ഇവിടെ വന്നിരുന്ന് ഫ്രീ ആയി ഞാൻ ജസ്റ്റ് കുടുംബിനിയായ കഴിഞ്ഞ സമയത്തുണ്ടല്ലോ, ഐ വാസ് എൻജോയിങ് ഇറ്റ് തെറലി. എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ കുലിനറി സ്കിൽസൊന്നും എപ്പോഴും ഒന്നും നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറൊന്നുമില്ല. ഞാനിങ്ങനെ ഓട്ടപ്പാച്ചിലായിരുന്നേ. രാവിലെ എഴുന്നേൽക്കുക, ഇന്നത്തെ ഓഫീസിലെ കാര്യങ്ങൾ ആലോചിക്കുക, അതെടുത്ത് വയ്ക്കുക ഇതെടുത്ത് വയ്ക്കുക, അവർ ആ വീട്ടിൽ ജോലി ചെയ്യുന്ന കുട്ടി എന്ത് ഫുഡാണ് ഉണ്ടാക്കി അതും വിഴുങ്ങിയിട്ട് പോവുക, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പരിപാടി. നിങ്ങൾ വിശ്വസിക്കണം ഞാൻ പറയുന്നത്. ഞാനുണ്ടല്ലോ ഓഫീസിൽ ചെന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സ് തുറന്ന് നോക്കുമ്പോൾ ഇല്ലേ, എൻ്റെ പയറുപ്പേരി ആയിരുന്നു, അതെ ചോറും പയറുപ്പേരി. ഞാൻ ഗുണ്ട് ചോറാണ് കഴിക്കുക. അരവിന്ദിന് വെളുത്ത ചോറുമാണ് വേണ്ടത്, ബിരിയാണി റൈസ്. നമ്മൾ മട്ടരിയാണ് കഴിക്കണത്. അതിലുണ്ടല്ലോ പയറുപ്പേരിയിൽ ഇത് കിടക്കുന്ന ചെറിയ ചെറിയ കോക്രോച്ചസ്, അതിനെയും കൂടെ ചേർത്ത ഉപ്പേരിയാക്കി വെച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കി, അത് എപ്പോൾ വന്നതാണോ എപ്പോൾ ചൂടാക്കിയതാണോ പിന്നെ എനിക്ക് ആ പെൺകുട്ടി ഉണ്ടാക്കണത് ഒന്നും ഞാൻ പിന്നെ മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല. വളരെ അതിനു മുമ്പൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് പോയിട്ടുണ്ടാകാം. ഞാൻ കോക്രോച്ച് വറുത്തതും പരിപ്പ് കറിയായിരുന്നു എൻ്റെ. അപ്പോൾ ഭക്ഷണമൊക്കെ എല്ലാവരും എന്നെ പറഞ്ഞു,
ആകെ ഇതെന്താ മോളെ. എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ മാളവികയും ഞാനും കൂടിയായിരുന്നു ഊണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അടച്ചു വെച്ചപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീണു കേട്ടോ. കാരണം അന്നത്തെ സമയത്ത് 10,000 രൂപ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു കുട്ടിക്ക്. 5 വർഷം മുമ്പ് ആരും കൊടുക്കണ്ടായിരുന്നില്ല അന്നൊന്നും അങ്ങനെ. അത്രയും ചെയ്തിട്ട് അതൊരു വലിയ എമൗണ്ടാണ് ആ കാലങ്ങളിലേ. 5 അല്ല, ഇത്ര വർഷമായി ഞാൻ കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പറയട്ടോ 2003-ലൊക്കെ 7,500, അതിൽ നിന്ന് കൂട്ടി ഞാൻ ഇതുപോലെ കുക്കിംഗ് കൂടുതൽ വന്നപ്പോൾ 10,000 ആക്കിയായിരുന്നു. എന്നിട്ട് പോലും എനിക്ക് മര്യാദയ്ക്ക് ഇങ്ങനെ ചെയ്തു തന്നിട്ടില്ല. അതാ ഞാൻ പറയുന്നത്, നമ്മൾ ചില കാര്യങ്ങൾ ലെറ്റ് ഇസ് ബി നൈസ് ടു അതേഴ്സ്. അത്രേ പറ്റുള്ളൂ നമുക്ക്. അവർ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പിന്നീട് ഇങ്ങനെ ആലോചിച്ച് അന്ന് നിങ്ങളിങ്ങനെ അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അന്നത്തെ ഞാൻ മാറി, എൻ്റെ സാഹചര്യം മാറി. ഫുഡിൻ്റെ കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇന്ന് പയറുപ്പേരി ആയിട്ട് കഴിക്കാൻ പറ്റും. അതായത് പയർ തോരൻ, അതിൻ്റെ ഉള്ളിൽ കോക്രോച്ചും അന്ന് കണ്ട പ്രാണികളും ഒന്നും ഇല്ല. അത് ഉറപ്പാണ്. ബിക്കോസ് അത്ര നീറ്റായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കഴിക്കാം അല്ലേ. അപ്പോൾ വീട്ടിലിരുന്ന് ഫുഡ് ഉണ്ടാക്കുന്നവർ, അവരെ എപ്പോഴും സല്യൂട്ട് ചെയ്യണം. ഞാൻ ആ ഒരു ടോപ്പിക്കും ഇന്നലെ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ഈ കിച്ചൺ വർക്കിനെ ഇങ്ങനെ താഴോട്ട് കാണുന്നത് അല്ലേ. നമ്മൾ അപ്പോൾ ഈ വീടുകളിലെ വ്ളോഗൊക്കെ കാണുമ്പോൾ ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളൊക്കെ കുക്ക് ചെയ്ത് ഹസ്ബൻഡിനൊക്കെ കൊടുക്കുന്നതാണ്. അതൊക്കെ ഒരു മാതൃകയാക്കി എടുക്കണം. ചിക്കൻ കാല് കൊടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ ക്വസ്റ്റ്യനും അതിനെപ്പറ്റി ഉള്ള തർക്കമല്ല വേണ്ടത്. ആ കുട്ടികൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് കുക്ക് ചെയ്യുന്നു, രുചികരമായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാം. വാട്ട് ഡു യു സേ? സോ ലെറ്റ് us ബി നൈസ് ടു അതേഴ്സ്. അപ്പോൾ ലോകം മുഴുവനും നമ്മളോട് നല്ലതാണെന്നും നന്മയ്ക്കും വരും കേട്ടോ. ഇതിൻ്റെ അടിയിൽ വിയോജിപ്പുള്ളവർ കമൻറ്റേ ഇടണ്ട. ഇവർക്ക് വേറെ പണിയില്ല എന്നുള്ള മട്ടിൽ ആലോചിച്ചിട്ട് പോയിക്കോളൂ കേട്ടോ. പ്ലീസ് കമൻറ്റ് നല്ലത് മാത്രം ഇടണം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മോള് പറയുന്നത്, അതിനെന്താ കമൻറ്റ് ആരെന്തിട്ടാലും അമ്മയ്ക്ക് എന്താ, അത് ആൽഗോരിതത്തിന് നല്ലതല്ലേ എന്ന് പറയും. എന്നാലും വായിക്കുമ്പോഴേ നമ്മൾ മനുഷ്യരല്ലേ, നിങ്ങൾക്ക് തോന്നണല്ലേ അങ്ങനെ ഇടുമ്പോൾ. എന്നോട് സ്നേഹമുള്ളവരല്ലേ ഇത് കാണുക കുത്തിയിരുന്ന്. ദൂരം നേരെ അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. എൻ്റെ അടുത്ത് പർട്ടിക്കുലറായിട്ട് സ്നേഹമുള്ളവരും എൻ്റെ സംസാരം കേൾക്കാൻ ഇഷ്ടമുള്ളവരല്ലേ ഇവിടെ ഉണ്ടാവുക. സോ അവരോടാണ് എൻ്റെ സംസാരം. ഓക്കെ, അപ്പോൾ നാളെ ഇനിയും വരും. ഓക്കെ ദെൻ ബൈ. ഇന്ന് ഞങ്ങൾ കാന്താര കാണാൻ പോവാം വൈകുന്നേരം. കാന്താര സിനിമ നിങ്ങളൊക്കെ കണ്ടോ? കാന്താര 2 ഫസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. ഉടുപ്പിയിൽ പഠിച്ചതുകൊണ്ടേ ആ ഭാഷയൊക്കെ കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഉൾപ്പുളകമാണ്. പിന്നെ ആ ഒരു യക്ഷഗാനം, പിന്നെ അതൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട്. അതുമായിട്ടൊക്കെ ഒരു ഒരു കണക്ഷൻ ഉണ്ടല്ലോ ഈ കന്നഡ സിനിമയല്ലേ അത്. അതുകൊണ്ട് എനിക്കത് കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ അരവിന്ദിന് അത് മനസ്സിലാവില്ല കന്നഡം. അതുകൊണ്ട് ഞങ്ങൾ മലയാളം ഡബ്ബിംഗ് ഉള്ളത് ബുക്ക് ചെയ്തിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. കാന്താരയുടെ വിശേഷം നാളെ പറയാം. പക്ഷേ സ്പോയിലർ പറയാൻ പാടില്ല. അവർ വല്ല വഴക്കും പറയും. അവരുടെ സിനിമ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആളുകൾ പോയി കണ്ടില്ലെങ്കിലും എന്തെങ്കിലും അതിൽ സ്പോയിലർ ഇല്ലാതെ പറയാൻ നോക്കട്ടോ. നിങ്ങൾ ലോക കണ്ടോ? ലോക ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാണാത്തവരോട് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഇത് നീണ്ടു പോകണം, നല്ലൊരു കാര്യം പറയാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലല്ലേ, അല്ലെങ്കിൽ ഇതിൽ വരുമ്പോൾ കാണുകയാണെങ്കിലുണ്ടല്ലോ, എപ്പോഴും നോട്ട് ചെയ്യണം കേട്ടോ. ഈ നമ്മുടെ കല്യാണിയുടെ കഥാപാത്രത്തിൻ്റെ കയ്യിൽ ഇതുണ്ടാവും, എന്തായാലും പറയണേ, പാലപ്പൂ. അത് ഏതൊക്കെ സീനിലുണ്ടെന്ന് നോക്കിക്കോ. ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. ഞാൻ എന്നിട്ട് പലരോടും പറഞ്ഞു. ചിലരൊന്നും കണ്ടില്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്. അങ്ങനെ ഒരു പൂവ് അവൾ നടന്നു പോകുമ്പോൾ കാണിക്കുന്നുണ്ടല്ലേ, മറ്റേ പാലപ്പൂവില്ല, ഇങ്ങനെ പിരിപിരിവൂ എന്നുള്ള പാലപ്പൂവേ അതിലെ പാട്ടിലെ ആ പാലപ്പൂവ്. ഇത് ഞാൻ ലോകം കണ്ടു കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞായിരുന്നോ? എല്ലാ ദിവസവും സംസാരിക്കുമ്പോൾ ചിലപ്പോൾ റിപ്പീറ്റഡൊക്കെ ആയി പോട്ടോ, ക്ഷമിച്ചേക്കണേ. അപ്പോൾ ശരി, ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഗ്രാറ്റിറ്റ്യൂഡ്. ബൈ.